ഈ പഞ്ചായത്തിന് ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു മനസ്സുണ്ട്. ദീർഘകാലം ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന കുട്ടൻ സാറ്, അത് കഴിഞ്ഞ് ചന്ദ്രമതി അമ്മ, ബാലകൃഷ്ണപിള്ള, അത് കഴിഞ്ഞ് സാവുടി ലൈല, അത് കഴിഞ്ഞ് 2015-20 വർഷത്തിൽ ഞാൻ ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അത് കഴിഞ്ഞ് വള്ളിച്ചിറയുടെ സമരനായിക നോഗ സഹാബിൻ്റെ മരുമകൾ അമ്പിളി ഈ കഴിഞ്ഞ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ 45 വർഷം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പഞ്ചായത്തിന് തുടർച്ചയായ നേതൃത്വം കൊടുക്കുകയാണ്. ഇപ്രാവശ്യം 23 വാർഡാണ്. പല വാർഡുകളിലും UDFൻ്റെയും BJPയുടെയും രഹസ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ. ഇടതുപക്ഷ സ്ഥാനാർത്ഥിമാരെ 4 വാർഡുകളിൽ നേരിയ വ്യത്യാസത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിമാർ പരാജയപ്പെടുകയുണ്ടായി. അത് കഴിഞ്ഞ് ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ തിരഞ്ഞെടുപ്പ് നടന്നു. LDF 10 ജനപ്രതിനിധികളാണ്, UDF 10 ജനപ്രതിനിധികളായിരുന്നു. അതേപോലെ BJP 3 ജനപ്രതിനിധികളായിരുന്നു. 3 പേരും ശക്തമായി മത്സരരംഗത്തേക്ക് വരികയും വോട്ടുകളെല്ലാം തന്നെ അവരവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ടുകൾ തുല്യമായി 3 രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുകയുണ്ടായി. അങ്ങനെ ഒരു ഘട്ടവും 2 ഘട്ടവും ഇലക്ഷൻ നടത്തി തുല്യമായി വോട്ട് രേഖപ്പെടുത്തി. അത് കഴിഞ്ഞ് റിട്ടേണിംഗ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ നറുക്കിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പഞ്ചായത്തിനൊരു മനസ്സുണ്ട്, ഈ ഗവൺമെൻറ്റിനൊരു മനസ്സുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും കുന്നത്തേൽ ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിലേറുകയാണ്. പൂർണ്ണമായി സഹകരിച്ച എല്ലാവർക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള രീതിയിൽ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.